അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഊട്ടിയെക്കുറിച്ച് ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭൂമിയിൽ തന്നെ മനോഹരമായ ഒരു പ്രദേശങ്ങളിലൊന്നാണ് ഉദകമണ്ഡലം എന്നറിയപ്പെടുന്ന ഊട്ടി. അപ്പോൾ ഞങ്ങൾ പോണ വഴിയിലാണ്, രാവിലെ നേരത്തെ ഊട്ടിയിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ ഊട്ടി ലൈക്കിൽ ബോട്ടിങ്ങിനാണ് ആദ്യം പോയത് കേട്ടോ. അപ്പോൾ ഊട്ടി അല്ലെങ്കിൽ ഉദകമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഐ ലവ് ഊട്ടിയുടെ താഴത്ത് ഫോട്ടോയും വീഡിയോയും എടുക്കാൻ വേണ്ടിയിട്ട് വൻ ക്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. മനോഹരമായൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പൊതുവെ വെള്ളം പേടിയായ എനിക്ക് ബോട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. പക്ഷേ എന്നിരുന്നാൽ പോലും വെള്ളമൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. തണുത്ത് വിറയ്ക്കുന്നൊരു ഊട്ടി തന്നെയായിരുന്നു നമ്മളവിടെ കണ്ടത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പതുക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പൈക്കര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ പൈക്കര പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു 500 മീറ്റർ നടന്നാലാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുക. ഒരുപാട് പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ക്യൂ ആണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കയറാതെ തിരിച്ചു വന്നു. അപ്പോൾ ഒരുപാട് പേര് വണ്ടിയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഊട്ടി ടൗണിനടുത്തുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഊട്ടിയിൽ തന്നെ പ്രശസ്തമായ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോയത്. അവിടെ നമ്മൾ കാർ പാർക്കിൻ്റെ അവിടെ നമുക്ക് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ടിബറ്റിലുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ടിബറ്റൻ മാർക്കറ്റ് എന്നായിരുന്നു ഈ മാർക്കറ്റ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡന് മുമ്പിൽ പതിവ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോലെ തന്നെ ഒരുപാട് ആളുകൾ പല സാധനങ്ങളും വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പതുക്കെ അകത്ത് കയറിയിട്ടോ. നല്ല മനോഹരമായ കാഴ്ചകളാണ് അവിടെ. കാരണം 2-3 ദിവസം മുന്നേ ഫ്ലവർ ഷോ നടന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഇത് അവിടുത്തെ 127ാമത്തെ ഫ്ലവർ ഷോയാണ്. ഏകദേശം എല്ലാ വർഷവും ഇവിടെ ഫ്ലവർ ഷോ നടക്കാറുണ്ട്. ലോകത്തിൽ തന്നെയുള്ള വിവിധ തരത്തിലുള്ള മനോഹരമായ ഒരുപാട് പൂവുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് ഗാർഡനും കാര്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പോൾ മനോഹരമായൊരു ഗാർഡൻ തന്നെയായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ഹൗസിലേക്ക് കയറി. ഇത് ഗ്ലാസ് കൊണ്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പാണ്. ഇതിൻ്റെ അകത്ത് പൂക്കളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പൂവും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ പൂവുകളുടെ പേര് നമുക്ക് അറിയുന്നില്ല, കാരണം പലതും പല ബ്രാൻഡുകളാണ്. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും ഞങ്ങൾ നടത്താൻ തുടങ്ങിട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് സെയിൽസ് കൗണ്ടർ ഉണ്ട്. സെയിൽസ് കൗണ്ടർ 5:30 വരെ മാത്രമേ ഉണ്ടാവുള്ളൂ വൈകിട്ട്. ഭയങ്കര തണുപ്പാണ് ഊട്ടി എന്ന് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് തന്നെ ഭയങ്കര തണുപ്പാണ് അവിടെ. നല്ല അടിപൊളി ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ വൈകുന്നേരങ്ങളിൽ ഊട്ടി എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗാർഡനൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമയാർന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു ഇന്ത്യ മാപ്പ് കൊണ്ടൊരു ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും അതിൽ പൂവുകൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് കേട്ടോ. ഒരുപാട് ആളുകൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അവിടെ. കടുവയുടെയൊക്കെ ഭയങ്കര രസമുള്ളൊരു മോഡൽ പൂവുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേതൊരു ദിവാനാണ്, അമ്പും വില്ലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. നല്ല അടിപൊളിയാണ് അവിടുത്തെ ചെറിയ സെറ്റപ്പുള്ള ചെറിയ കുളമൊക്കെയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് വെക്കേഷൻ കഴിയുന്നൊരു അവസരമാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറ്റാലിയൻ ഗാർഡനിലേക്ക് പോയി. ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേട്ടോ. കാരണം പച്ചപ്പിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു പച്ചപ്പുള്ളൊരു സെറ്റപ്പ് തന്നെയായിരുന്നു ഇറ്റാലിയൻ ഗാർഡൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ നടന്നു, ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ വിശ്രമിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പാണ്. ഇതിനകത്ത് കുറച്ച് പേര് ഇരുന്നിട്ട് വിശ്രമിക്കുന്നുണ്ടായിരുന്നു. പുറത്തെ കാഴ്ചയും മനോഹരമാണ്. ഈ മരമൊക്കെ അടിപൊളിയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങി. ഫോട്ടോ ഒക്കെ എടുത്ത് മനോഹരമായ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെയും പതുക്കെ നടന്ന് നീങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ഇത് ഏകദേശം
5-5:30 മണിയായിട്ടുണ്ടാവും. നല്ല സൂര്യാസ്തമയം കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങളവിടെ ഇരുന്നത്. ഒരുപാട് പേര് കുട്ടികളെയും കൊണ്ടൊക്കെ അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട്. ഒരുപാട് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നടന്ന് നീങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഊട്ടിനോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് പതുക്കെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇതാണ് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡൻ ഡിസ്ക്രിപ്ഷൻ. വർഷങ്ങൾക്ക് മുമ്പാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയത്. അവിടെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ സ്മരിച്ചുകൊണ്ടുള്ള നോട്ടീസ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾ പൂവൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് വില പേശുന്നുണ്ട്. അപ്പോൾ മനോഹരമായ പൂക്കളൊക്കെയാണ്. ക്യാരറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടി ചോക്ലേറ്റ് കടയിൽ പോയി വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ മെല്ലെ ബൊട്ടാണിക്കൽ ഗാർഡനോടും ഊട്ടിനോടും യാത്ര പറയുകയാണ്. കാരണം ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഊട്ടി യാത്ര വളരെ മനോഹരമായിരുന്നു. ഇറ്റ്സ് മീ അനൂസ് മുഹമ്മദ് സൈനിങ് ഓഫ്.